ആടിയ നെയ്യ് ക്രമക്കേടിൽ ശബരിമലയിൽ വിജിലൻസ് പരിശോധന. സന്നിധാനത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലും വഴിപാട് കൌണ്ടറുകളിലുമാണ് പരിശോധന നടക്കുന്നത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി. ഗോകുൽ, വലിയ രീതിയിൽ ക്രമക്കേട് നടന്നു എന്ന കണ്ടെത്തലുണ്ട്. അപ്പോൾ വിജിലൻസിന്റെ പരിശോധന രാവിലെ തുടങ്ങിയതാണ്, ഇപ്പോഴും പുരോഗമിക്കുകയാണോ? സ്മൃതി, ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അടക്കമുള്ള ഈ വഴിപാട് കൌണ്ടറുകളിലും അതേപോലെ തന്നെ ആടിശിഷ്ടം നെയ്യ് ലഭിക്കുന്ന വിവിധ കേന്ദ്രങ്ങളിലും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 33 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. ആടിശിഷ്ടം നെയ്യ് 100 മില്ലി ലിറ്റർ എന്നുള്ള തരത്തിൽ പാക്കറ്റുകളിൽ 100 രൂപയ്ക്കാണ് ഇത്തരത്തിൽ വിൽപ്പന നടത്തിവരുന്നത്. അങ്ങനെ 13,000 കവറുകളാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടതായി ഈ മണ്ഡലകാലത്ത് അന്വേഷണം നടത്തുകയും തുടർന്ന് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്പെഷ്യൽ ബോഡിയെ രൂപീകരിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ ഒരു അന്വേഷണം നടത്താൻ വിജിലൻസിനെ നിർദ്ദേശം നൽകുകയും SP മഹേഷ് കുമാറിനടുത്തുള്ള സംഘം അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഈ ആടിശിഷ്ടം നെയ്യ് ചുമതലയിലുള്ള ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ പോറ്റിയെ ദേവസ്വം ബോർഡ് ഈ വിഷയത്തിൽ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ഒക്കെ ചെയ്തത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോൾ പ്രാഥമികമായി വിജിലൻസിന് ലഭിക്കുന്ന വിവരം 36,24,000 രൂപയുടെ നെയ്യ് ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള ആടിശിഷ്ടം നെയ്യ് കൌണ്ടറുകളിൽ നിന്ന് നഷ്ടമായിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് കേന്ദ്രീകരിച്ച് 33 പേർ, പ്രത്യേകിച്ച് താൽക്കാലിക ജീവനക്കാരെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണം മുൻപോട്ട് പോകുന്നത്.